ഹലോ ഗൈസ്. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. മുഹമ്മദ് അൻകലേവ്, റമദാൻ ആൻഡ് അലക്സ് പെരേര. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു സ്പോർട്സ് ചാനലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മതത്തെപ്പറ്റിയോ അല്ലെങ്കിൽ മതപരമായിട്ടല്ല സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ സയൻറ്റിഫിക്കലിയാണ് സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ സൈക്കോളജിക്കലി സംസാരിക്കും. കാരണം അതാണ് സ്പോർട്സുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. സ്പോർട്സ്, സയൻസ് ആൻഡ് സൈക്കോളജി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയാൻ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. പ്രഡിക്ഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ അൻകലേവ് അലക്സ് പെരേര ഫൈറ്റിൽ ആര് ജയിക്കും എന്നുള്ള ഒരു ചോദ്യത്തിന് ഞാൻ അന്ന് പ്രഡിക്ഷൻ നടത്തിയത് അൻകലേവ് ജയിക്കും എന്നാണ്. ആ പ്രഡിക്ഷൻ ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നു കേട്ടോ. അൻകലേവ് ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, എൻ്റെ വിശ്വാസം. അപ്പോൾ ഇപ്പോൾ ആ വിശ്വാസം ഒന്നുകൂടെ ബലപ്പെട്ടിരിക്കുകയാണ്. കാരണം വൺ ഡേ എഗോ UFC ഒഫീഷ്യൽ ചാനലിൽ ഒരു കൗണ്ട് ഡൗൺ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിലും പോയി കാണാം. UFC ഒഫീഷ്യൽ ചാനലിൽ കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട്, അതായത് മുഹമ്മദ് അൻകലേവ് ആൻഡ് അലക്സ് പെരേര കൗണ്ട് ഡൗൺ. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമേ അലക്സ് പെരേരയെ പറ്റിയാണ് അവർ കവർ ചെയ്യുന്നത്. ഓക്കെ, അലക്സ് പെരേരയുടെ മൈൻഡ് എപ്പോഴത്തെ പോലെ സ്ട്രോങ്, വളരെ സ്ട്രോങ്. പിന്നീട് അവർ അൻകലേവിൻ്റെ വീഡിയോ ആണ് കവർ ചെയ്യുന്നത്. ഗൈസ്, അൻകലേവ് വേറൊരു മൈൻഡ് സെറ്റിലാണ് ഗൈസ്. ഞാനിങ്ങനെ പോസ് ചെയ്തിട്ട് അയാളുടെ കണ്ണുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാളിപ്പോൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ആ ഒരു അവസ്ഥയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ഒരു ലോജിക് എനിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതെന്ന്. പക്ഷേ ഈ ഒരു വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസം ഒന്നുകൂടെ ബലപ്പെടുന്നു. ഇനി ഇതിനകത്ത് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ അലക്സ് പെരേര ഫാനാണ്, കട്ട ഫാനാണ്. അലക്സ് പെരേരയുടെ കട്ട ഫാനാണ്. ഒരുപാട് ആളുകളെ പോലെ തന്നെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ഡാന വൈറ്റിനെ പോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു, UFC നല്ലത് അലക്സ് പെരേര ജയിക്കുന്നതാണ്. കാരണം അലക്സ് പെരേരയ്ക്ക് ആ ഒരു സ്റ്റാർ പവർ ഉണ്ട്. അയാൾ വലിയ ട്രാഷ് ടോക്കിംഗ് ഒന്നും ചെയ്യുന്ന ആളല്ല, പക്ഷേ അയാൾ അങ്ങനെ ഒരു സ്റ്റാർ പവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ അയാളുടെ ആ മേക്കപ്പും ട്രൈബൽ ഗെറ്റപ്പ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഇപ്പം ഞാൻ അലക്സ് പെരേരയുടെ ഫാനാണെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അന്ധമായ അലക്സ് പെരേര ജയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണം. ആ ലോജിക്ക് ഇപ്പോൾ അൻകലേവിന് ഫേവറബിൾ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പലവർക്കും ഡൗട്ട് ഉണ്ടാവും, അതെന്താ അങ്ങനെ ചെയ്യുന്നത്. ഗൈസ്, മറ്റേത് മാസമായിരുന്നെങ്കിലും ഞാൻ പറയുന്നു, അൻകലേവ് ഏത് നേരവും അലക്സ് പെരേരനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. അയാൾ എത്ര ധൈര്യശാലിയാണെന്ന് പറഞ്ഞാലും പിന്നീട് ആ വെയിൻ ദിവസം നമ്മുടെ അലക്സ് പെരേര പെയിൻ്റൊക്കെ അടിച്ചിട്ട് വരുമല്ലോ, ചുമന്ന പെയിൻ്റൊക്കെ അടിച്ചിട്ട് വരുമ്പോഴത്തേനും അൻകലേവ് അങ്കലാപ്പിലാവും, അൻകലേവ് പെട്ടുപോകും. പക്ഷേ ഈ റമദാൻ കാലം മിക്ക ആളുകളും വിചാരിക്കുന്നു, ഒരുപക്ഷെ ഡാന വൈറ്റ് പോലും വിചാരിച്ചിരിക്കുന്നത് അൻകലേവ് വീക്കാണെന്നാണ്. യെസ്, അൻകലേവ് വീക്കാണ്, ബട്ട് ഫിസിക്കലിയാണ് വീക്ക് ഗൈസ്. ബട്ട് മെൻ്റലി അൻകലേവ് ഇപ്പോൾ വേറെ ലെവലിലാണ് നിൽക്കുന്നത് ഗൈസ്. ഞാൻ പറയട്ടെ ഗൈസ്, അൻകലേവ് ഇപ്പോൾ ഈ റമദാൻ നോമ്പ് കാലത്തുള്ള ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അയാളുടെ ആചാരപ്രകാരം അയാളുടെ മൈൻഡ് അതിലേക്ക് ലാച്ചായിരിക്കുകയാണ്. ലാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൽ? ഇങ്ങനെ കൊളുത്തി പിടിച്ചിരിക്കുകയാണ്. സോ അയാളൊരു പ്രത്യേക മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ അൻകലേവ്. സയൻറ്റിഫിക്കലിയാണ് ഞാൻ സംസാരിക്കുന്നത്, സൈക്കോളജിക്കലി. അയാളിപ്പോൾ UFC-യെക്കുറിച്ചോ ഡാന വൈറ്റിനെക്കുറിച്ചോ അലക്സ് പെരേരനെ കുറിച്ചോ ചാമയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ അലക്സ് പെരേരയുടെ ഗെറ്റപ്പിനെ കുറിച്ചോ അതൊന്നും അയാൾക്ക് വിഷയമല്ല. വൈ ഈസ് അലക്സ് പെരേര കമ്മിങ്? അലക്സ് പെരേര എന്തിനാണ് ഫൈറ്റ് ചെയ്യാൻ വരുന്നത്? അയാളുടെ ബെൽറ്റ് നിലനിർത്താൻ അല്ലേ? അൻകലേവ് മറ്റേത് മാസമായിരുന്നെങ്കിലും അയാളും ജയിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ റമദാൻ സമയത്ത് അൻകലേവ് വരുന്നത് അയാൾ UFC-യോ ഫൈറ്ററോ ഡാന വൈറ്റിനോ ബെൽറ്റിനോ ഒന്നും വേണ്ടിയിട്ടല്ല. ഈസ് കമ്മിങ് ദെയർ ടു ഫൈറ്റ്. അയാൾക്ക് അതൊന്നും വിഷയമല്ല. ഈസ് ജസ്റ്റ് കമ്മിങ് ദെയർ ടു ഫൈറ്റ്. വിൻ ലൂസ് ഡസൻറ്റ് മാറ്റർ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു സ്പൈൻ ചില്ലിങ് ഡയലോഗ് അതിനകത്ത് അയാൾ കൗണ്ട് ഡൗൺ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ. അതിനകത്ത് അയാൾ പറയുന്നുണ്ട്, അൻകലേവ് പറയുന്നുണ്ട് വളരെ കൂളായിട്ട്. അയാൾ ഈ ഡെഡ് കോൾഡ് സ്റ്റെയർ എന്ന് പറയത്തില്ലേ, അൻകലേവ് പറയുന്നുണ്ട്, അലക്സിൻ്റെ വിചാരം അലക്സിനെ തോൽപ്പിക്കാൻ പറ്റുമെന്നാണ്, അത് വെറും വ്യാമോഹമാണ് എന്നുള്ളതാണ്. ഇത്ര അയാൾ പറയുന്നുള്ളൂ. ഹി മീൻസ് ഇറ്റ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അതായത് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ്
കോംപ്ലിക്കേറ്റഡ് ഫോഴ്സ്, മാജിക്കലായിട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സാണ്. ആ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈൻഡ് തന്നെയാണ് ഒരു വ്യക്തി, ഏതൊരു വ്യക്തിയും, നമ്മളെല്ലാവരും, ഞാൻ അലക്സ് പെരേര അങ്ക്ലേവിനെ പറ്റി മാത്രമല്ല പറയും, നമ്മളെല്ലാവരും, ഈ മൈൻഡാണ് ഒരാളെ ഹൈ ലെവലിൽ എത്തിക്കുന്നതും ഇതേ മൈൻഡ് തന്നെയാണ് ഒരാളെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നതും. ഇപ്പോൾ കണ്ടില്ലേ, ഒരുപാട് കൊല്ലും കൊലയൊക്കെ നടക്കുന്നില്ലേ? ഇതെല്ലാം മൈൻഡിൻ്റെ കളികളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ പലർക്കും മനസ്സിലായില്ലെങ്കിൽ, ഐ തിങ്ക് ഇൻ ദിസ് റമദാൻ ടൈം മുഹമ്മദ് അങ്ക്ലേവ്സ് മൈൻഡ് വിൽ ബി മച്ച് മോർ സ്ട്രോങ്ങർ. അങ്ക്ലേവിൻ്റെ മനസ്സ് അലക്സ് പെരേരയുടെ മനസ്സിനെക്കാട്ടിലും സ്ട്രോങ് ആയിരിക്കും ഗൈസ്. മറ്റേത് മാസമായിരുന്നെങ്കിലും അലക്സ് പെരേര ഈസിലി ബീറ്റ്സ് അങ്ക്ലേവ്. ബട്ട് ഈ ഒരു സമയത്തിൽ അങ്ക്ലേവ് ഒരു പ്രത്യേക മൈൻഡ് സെറ്റിലായിരിക്കും. അങ്ങനൊരു ഫോഴ്സിനെ തോപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഗൈസ്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ അലക്സ് പെരേര ഫാനാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അഥവാ അലക്സ് പെരേര അങ്ക്ലേവിനെ തോപ്പിക്കുകയാണെങ്കിൽ ഗൈസ്, നമ്മൾ എഴുന്നേറ്റ് നിന്ന് ബൗ ചെയ്യണം ഗൈസ്. കാരണം ബൗ എന്ന് പറഞ്ഞാൽ കുമ്പിടണം അലക്സ് പെരേരയ്ക്ക് മുമ്പിൽ. കാരണം അലക്സ് പെരേരയ്ക്ക് പിന്നെ ഒന്നും തെളിയിക്കാനില്ല. പുള്ളി ആ ഒരു ഡിവിഷൻ ഫുൾ ക്ലീൻ ഔട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത് മാത്രമല്ല, ഇത് അയാളുടെ കരിയറിലെ ഏറ്റവും വലിയ ചലഞ്ചാണ്. അങ്ക്ലേവിനെ പോലെയുള്ള ഒരു ഫൈറ്ററിനെ തോപ്പിച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ തന്നെ നോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ക്ലേവിനെ നോക്കൗട്ട് ചെയ്താൽ അലക്സ് പെരേര ഈസ് ലൈക്ക് വേറെ ലെവലായി കഴിഞ്ഞു. ഓക്കെ, അപ്പം ഈ ഫൈറ്റ് നിങ്ങൾ ഈ പോയിന്റിലും ചിന്തിച്ച് നോക്കൂ. ഇനി നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങളിടൂ. ദാറ്റ്സ് ഓൾ ഗൈസ്, ദാറ്റ്സ് ഓൾ.